മനസ്സിൽ ഓർത്തു വെക്കത്തക്കവണ്ണം ഒരു പിടി നല്ല കഥാപാത്രങ്ങളെ നമുക്ക് നൽകിയ തൻ്റെ ആദ്യ സിനിമയിലൂടെ തന്നെ കേരള സർക്കാരിൻ്റെ മികച്ച നടിക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയ ദ യങ് വൈബ്രൻറ്റ് ഷാമിങ് രജിഷ വിജയനാണ് ഇന്നെൻ്റെ കൂടെ. വെൽക്കം രജിഷ. താങ്ക് യു മാം. ആക്ടിങ് കരിയർ തുടങ്ങിയിട്ടിപ്പം ഏതാണ്ട് 7 വർഷത്തോളം ആകുന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടം, ഈ ഒരു ജീവിതത്തിൻ്റെ കാലഘട്ടം എന്തൊക്കെയൊരു ലേണിംഗ് ലെസൺസ് ആണ് രജിഷയ്ക്ക് നൽകിയത്? എനിക്ക് തോന്നുന്നു എവ്രി ഡേ ഈസ് എ ലെസൺ അല്ലേ. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളൊരു കരിയറിൽ തുടങ്ങുന്നതിന് മുന്നേ ഇനി നമ്മളൊരു ഓർമ്മ വരുന്ന ആ ടൈം തൊട്ട് എല്ലാ ദിവസവും നമുക്ക് പഠിക്കാനും നമ്മളുടെ ഉള്ളിലുള്ള നമ്മളുടെ പേഴ്സണാലിറ്റി മാറ്റാനും നമ്മൾ എന്തൊക്കെയോ ശരിയെന്ന് വിചാരിച്ച് കുറേ ശരികളെ തെറ്റാക്കാനും കുറേ തെറ്റുകളെ ശരിയാക്കാനും ഒക്കെ ഉള്ളൊരു പ്രോസസ്സാണ്. ആൻഡ് ഐ തിങ്ക് മരിക്കുന്ന അന്ന് വരെ ഉള്ളൊരു ഉടനീള പ്രോസസ്സാണല്ലോ ലേണിംഗ്. എന്നാലും എക്സാക്ട് ഈ ഒരു മീൻസ് ഒരു സിനിമാ ജീവിതം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ സാധാരണ ജനങ്ങൾക്ക് എപ്പോഴും അതിശയവും അത്ഭുതവും ഒക്കെ ഉള്ളൊരു മേഖലയാണല്ലോ. അപ്പോൾ ഒരു സാധാരണ ജീവിതത്തിൽ നിന്ന് അത്തരത്തിലേക്കൊരു മേഖലയിലേക്ക് കടന്നപ്പോൾ ഉണ്ടായ എന്തെങ്കിലും വ്യത്യാസങ്ങൾ, വ്യതിയാനങ്ങൾ? മാറ്റം എനിക്ക് തോന്നുന്നത് ഒന്ന് ഒരു നമ്മളുടെ ഒരു പ്രൊഫഷനും കൂടി ആവുമ്പം, അതായത് ഇതൊരു ഹോബി ആയിട്ട് ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടല്ല എടുത്തത്. എൻ്റെ അന്നമാണ്, എൻ്റെ പ്രൊഫഷനാണ്. ദൈവം സഹായിച്ചിട്ട് എൻ്റെ പാഷനും പ്രൊഫഷനും ഒരുമിച്ച് വന്നു എന്നുള്ളതാണ്. അപ്പം അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പ്രൊഫഷണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു. സിനിമ എങ്ങനെ അഭിനയിക്കണം, എന്ത് ക്യാമറ, ഞാൻ പറഞ്ഞത് ആ ഒരു ലേണിംഗ് നടക്കുന്നുണ്ട്. അത് കൂടാതെ എനിക്ക് തോന്നുന്നു ഒരു പേഴ്സണൽ ലൈഫിൽ വരുന്നൊരു മേജർ മാറ്റം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കാര്യമാണ്. നമുക്ക് ഞാനൊരു സാധാരണ എന്ന് ഉദ്ദേശിച്ച് ഞാൻ ഒരു സിനിമയ്ക്ക് വെളിയിലുണ്ടായിരുന്ന ഒരാളായിരുന്ന സമയത്ത്, ഓഡിയൻസ് ആയിരുന്ന സമയത്ത് ഞാൻ ഉറ്റുനോക്കിയിട്ടുണ്ട് സിനിമയിൽ എങ്ങനെയാണ്, എന്താ ജീവിതം, എങ്ങനെയാണ്. നമുക്ക് ഭയങ്കര കാരണം സിനിമ എനിക്ക് തോന്നുന്നു ഒരു മാജിക്കാണ്. ഒരു ഓഡിയൻസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഓഡിയോ വിഷ്വൽ ട്രീറ്റ് തരുന്ന ഒരു മാജിക് ഷോയാണ് അല്ലേ. അങ്ങനെ നമ്മൾ ആ മാജിക്ക് പുറത്തു നിന്ന് കണ്ടിട്ട് അവിടെ ചെല്ലുമ്പോൾ ഒത്തിരി നമുക്ക് പേഷ്യൻസ് ആവശ്യമുണ്ട്. പേഷ്യൻസ് മാത്രമല്ല, എനിക്ക് തോന്നുന്നു പ്രൈവസി പോവും. യു ബിക്കം പാർട്ട് ഓഫ് ദ പബ്ലിക് എന്ന് എനിക്ക് തോന്നുന്നു. പബ്ലിക്കിൻ്റെ ഒരു ഒബ്സർവ്ഡ് ആയിരിക്കും. നമുക്ക് പണ്ട് ചെയ്യാൻ പറ്റിയിരുന്ന പല കാര്യങ്ങളും നമുക്കിപ്പം നമ്മൾ വിചാരിച്ചൊരു എനിക്ക് തോന്നുന്നു ഒരു പേഴ്സണൽ സ്പേസ് ഭയങ്കരമായിട്ട് നഷ്ടപ്പെടും എന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഗുണങ്ങളും ഉണ്ട് ഓഫ് കോഴ്സ്. കാരണം നമ്മൾ ഒരിക്കലും കാണാത്ത, സംസാരിക്കാത്ത, തിരിച്ചറിയാത്ത, നമുക്കറിയാത്ത ആൾക്കാർ നമ്മൾ അത്രയും സ്നേഹിക്കുന്നു. നമ്മൾ ഓഫ് കോഴ്സ് ലൈക്ക് എനിത്തിങ് പോസിറ്റിവിറ്റിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, എനിക്ക് എപ്പോഴും ചോദിക്കണമെന്ന് താല്പര്യമുള്ളൊരു ചോദ്യമാണ്. കാരണം ഇന്നത്തെ ഒരുപാട് കുട്ടികളും പ്രത്യേകിച്ച് അഡോളസെൻ്റ് വളരെ പ്രഷറിലാണ്. അവരുടെ ഒരു പ്രഷറിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് അവർക്ക് അവരുടെ ടാലൻസ് കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. രണ്ട്, ഈ ടാലൻസ് അവർ കണ്ടെത്തിയാലും പലപ്പോഴും ഇതുപോലുള്ള സിനിമാറ്റിക് അല്ലെങ്കിൽ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടാലൻസ് ആണെങ്കിൽ അതിലേക്ക് പോകാൻ പേരൻസ് സമ്മതിക്കത്തില്ല. നമ്മുടെ ഒരു കൾച്ചറിൽ ഇപ്പോഴും അതൊന്നും ഒരു ജീവനോപാധിയല്ല, ഒരു ലൈവ്ലിഹുഡിന് പറ്റിയതല്ല എന്നുള്ളൊരു ചിന്തയുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഈ ഒരു കൾച്ചറിൽ രജിഷയുടെ പേരൻസും ഫാമിലിയും ഒക്കെ എങ്ങനെയാണ് അതിനെ സപ്പോർട്ട് ചെയ്തത്? അതുപോലെ തന്നെ ഒരു പ്രഷർ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇപ്പം നമ്മളെ കേൾക്കുന്ന അഡോളസെൻറ്റിന് അത് കേൾക്കാൻ വളരെ ആഗ്രഹമുള്ളൊരു, എനിക്ക് തോന്നുന്നു ഇത് അഡോളസെൻസിനേക്കാൾ കൂടുതൽ എനിക്ക് പേരൻസിൻ്റെ അടുത്താണ് ഇത് പറയാനുള്ളത്. ഇൻ ദ സെൻസ്, ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഇരുന്ന് എനിക്ക് സംസാരിക്കാൻ എനിക്കൊരു വേദി കിട്ടുന്നതിൻ്റെ ഒരേ ഒരു റീസൺ എൻ്റെ പേരൻസാണ്. കാരണം എല്ലാവരെയും പോലെ സയൻസ് എടുത്തപ്പം ഡോക്ടർ ആവണം എന്ന് ആഗ്രഹിച്ചു മെഡിസിന് എൻട്രൻസ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഒരു ദിവസം എനിക്ക് തോന്നുന്നത് അത് വേണ്ട, എനിക്ക് ജേർണലിസം പഠിക്കാൻ പോകണം. ഒരു തവണ പോലും എന്നെ സ്റ്റോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഭീമമായൊരു ഫീസാണ് അതിന് പോകണ്ടെന്ന് പറയാനോ എൻ്റെ ഒരിക്കലും നിർത്തിയിട്ടില്ല. അതിന് വിട്ടു. അത് കഴിഞ്ഞിട്ട് ആങ്കറിങ് എന്ന് പറഞ്ഞപ്പോൾ അതും ഓക്കെ ആയിരുന്നു, സിനിമ എന്ന് പറഞ്ഞപ്പോൾ അതും ഓക്കെ. അതായത് എൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് തന്നത് എൻ്റെ പേരൻസാണ്. അവരില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ ഒരു പൊസിഷനിൽ എത്താൻ പറ്റില്ല. അവർ പിന്നെ തന്ന ഗൈഡൻസാണ്, സപ്പോർട്ട് മാത്രം. നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും പേരൻസ് ചെയ്തോ എന്ന് പറയുന്നതല്ല പറഞ്ഞു വരുന്ന പോയിന്റ്. അതായത് നല്ല കാര്യങ്ങളാണ് അത് ഓക്കെ പറഞ്ഞ് അതിലേക്ക് എത്താനുള്ള വഴികാട്ടികളാവുക എന്ന് പറയുന്ന പേരൻസിന് പറ്റുള്ളൂ. ആക്ച്വലി ഒരു ഫ്രീഡം വിത്ത് ഗൈഡൻസ്. എക്സാക്ട്ലി, ലൈക്ക് ഹൗ ടു ബി. ഇപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ പോവാണ്, അവിടെ എങ്ങനെ പെരുമാറണം, എങ്ങനെ നിന്നാൽ നമുക്ക് എങ്ങനെ സേഫ് ആവാം, എന്തൊക്കെ രീതിയിൽ നമ്മൾ പ്രൊഫഷണലി ഒരാളോട് സംസാരിക്കുമ്പോൾ ഏത് രീതിയിൽ സംസാരിക്കണം, നമ്മളുടെ കരിയറിൽ ഏതായിരിക്കും ബെറ്റർ, ആൻഡ് ടു ഹാവ് എ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. ഒരു മുന്നിലിരുന്നുകൊണ്ട് മറ്റേ മുട്ടുകാലി വരച്ചായിരിക്കരുത്. ഞാൻ എപ്പോഴും പറയും, ദൈവത്തിനെയും പേരൻസിനൊക്കെ പേടിക്കരുത്.
ചെറുപ്പം തൊട്ടേ ഭയം, സ്നേഹം സ്നേഹം വരില്ല. ഭയമുള്ളിടത്ത് ഡിസിപ്ലിൻ മാത്രമേ ഉണ്ടാവുള്ളൂ, സ്നേഹം വരില്ല. അപ്പം നാളൊരു പ്രശ്നത്തിൽ എന്തായാലും മനുഷ്യനാണ്, നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറ്റും. ആ പ്രശ്നം പറ്റുമ്പം അത് ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരാൾ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് വരുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ. ഇത് തലയിൽ ഈ ഭാരം വയ്ക്കാതെ. പോയിന്റ് ചെയ്യുന്നത് പേരൻസും കുട്ടികളും തമ്മിൽ ഏറ്റവും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, വെർബലി ആണെങ്കിലും നോൺ വെർബലി ആണെങ്കിലും. എനിക്ക് തോന്നുന്നത് നോൺ വെർബലി ആണ് ഏറ്റവും കൂടുതൽ വേണ്ടത്, മുഖം കാണുമ്പോൾ തന്നെ. അതെ, പിന്നെ എന്താണെന്ന് പറയുക, എല്ലാ കാര്യം ഇത് ഞാൻ പറഞ്ഞാൽ എനിക്ക് വഴക്ക് കിട്ടുമെന്ന് തോന്നിയ കുട്ടികൾ പറയില്ല. പിന്നെ എനിക്ക് തോന്നുന്നു വളർത്തിക്കൊണ്ട് വരുമ്പം ഇപ്പം കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കുന്ന ഒരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആവരുത് ഒരു അഡോളസെൻ്റ് അല്ലെ ടീനേജിലാവുമ്പം വരേണ്ടത്. അത് ആ ഒരു ഗ്രാജുവൽ മാറ്റം, അതായത് ഒരു കുട്ടിക്ക് ലൈക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയണേ, ഒരു കുഞ്ഞിന് വരുന്ന മാറ്റം ഉണ്ടല്ലോ, വിത്ത് ദ ഹോർമോൺസ്, വിത്ത് ദ മെൻ്റൽ സ്റ്റേറ്റ്, നമ്മൾ മാറുന്നതോറും ആ മാറ്റത്തിൻ്റെ കൂടെ തന്നെ പേരൻസിനും ആ മാറ്റം, പേരൻസും വളരണം. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, പേരൻസ് എപ്പോഴും നേഴ്സ് കൈ കൊണ്ട് തന്ന ആ ഒരു ബേബി ആയിട്ടാണ് എപ്പോഴും കാണുന്നത്, എസ്പെഷ്യലി ഇന്നർ മലയാളി. താങ്ക് യു രജിഷ. ഒരു പേരൻസിനെല്ലാം ഒരു ഐ ഓപ്പണർ ആണെന്ന് ഞാൻ കരുതുന്നു. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ജൂൺ എന്ന് പറയുന്ന മൂവി എന്നെ പേഴ്സണലി ഒത്തിരി അട്രാക്ട് ചെയ്തിട്ടുണ്ടെന്ന്. അതുപോലെ കൊക്കോയിലായാലും പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, സ്ത്രീ കഥാപാത്രങ്ങൾക്ക് വല്ലാത്ത ജീവൻ കൊടുക്കുകയും ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്ന മൂവീസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെ തിരഞ്ഞെടുക്കുന്നതാണോ അതോ വന്നു പോകുന്നതാണോ? അത് അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു ഞാനൊരു സിനിമയോ ഒരു കഥാപാത്രത്തെയോ സെലക്ട് ചെയ്യുന്നതിന് മുന്നേ അതിന് മുന്നേ ഒരു സെലക്ഷൻ പ്രോസസ്സ് തന്നെ എന്നെ ഒരാൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ റൈറ്റേഴ്സും ഡയറക്ടേഴ്സിനും അതിൻ്റെ പ്രൊഡ്യൂസറിനും തോന്നണമല്ലോ ഇത് ഞാൻ ചെയ്യും, എന്നാലല്ലേ അത് എൻ്റെ അടുത്തേക്ക് വരുള്ളൂ. അപ്പോൾ ആ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ ഈ നല്ല കഥകളും നല്ല കഥാപാത്രങ്ങൾക്കും ചേരുന്ന അത് എൻ്റെ അടുത്ത് വരുന്നു എന്ന് പറയുന്നത് എനിക്കൊരു ഭയങ്കര ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നുണ്ട്. പിന്നെ വരുന്നതിൽ എനിക്ക് മറ്റേ വെറുതെ വന്ന് ഒരു പോകുന്ന ക്യാരക്ടേഴ്സിനേക്കാൾ കൂടുതൽ നമ്മൾ ഉള്ളത് ഒരു 5 മിനിറ്റ് ആണെങ്കിലും സിനിമയിൽ 5 മിനിറ്റ് നമ്മളില്ലെങ്കിൽ അതിനെ കൊണ്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറയുന്നത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു സ്ത്രീകളായപ്പോഴും നമ്മളുടെ സ്റ്റോറീസിനും ഒരു അത് പറയേണ്ട ഒരു ജസ്റ്റിഫൈഡ് രീതിയിൽ അത് പറയണം എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും കഥാപാത്രത്തിനുള്ളൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവണം. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പലപ്പോഴും നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും കാണാറുണ്ട്. ഇപ്പം ഇന്ന് തന്നെയാണെങ്കിലും ഒരു അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ മരണം, പിന്നെ അങ്ങനെ പല സ്ഥലങ്ങളിലും കാണാറുണ്ട്. അപ്പം സിനിമയിൽ അത്തരത്തിലുള്ള ജെൻഡർ ഡിസ്ക്രിമിനേഷനെയൊക്കെ എത്രത്തോളം രജിഷയ്ക്ക് ഓവർകം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു സർട്ടൻ പ്രിവിലേജ്ഡ് സ്പേസിലാണ് നിൽക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത്. ആ പ്രിവിലേജ് എന്ന് ഞാൻ പറയുന്നത് എനിക്കത് മനസ്സിലായതുകൊണ്ടാണ്. കാരണം ഒരു പുതിയൊരാൾ ഇപ്പോൾ എൻ്റെ എന്തോ ഒരു ടൈമിങ് കാരണമായിരിക്കും ഞാനിപ്പോൾ ആദ്യം ചെയ്ത സിനിമ തന്നെ അത് വർക്കൗട്ടായി, അല്ലെങ്കിൽ അത് റെക്കഗ്നൈസ്ഡ് അത് കാരണം അത് വർക്കൗട്ട്. ഇൻ കേസ് അത് വർക്കൗട്ട് ആയില്ലായിരുന്നെങ്കിൽ എൻ്റെ സ്ട്രഗിൾ ഇനിയും കൂടിയേനെ. അപ്പം നമ്മൾ സ്ട്രഗിൾ കൂടുതലുള്ളവർക്ക് കൂടുതൽ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടാവും. എന്നാൽ പോലും നമ്മൾ ഏത് പോയിന്റിൽ അറ്റൈൻ ചെയ്താൽ പോലും പല രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ പല സൊസൈറ്റിയിൽ, അത് വർക്ക് സ്പേസിൽ മാത്രമല്ല അല്ലാതെയും ഈവൻ നമ്മൾ വീട്ടിൽ വരെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഹൗ ഡു യു ഫേസ് ഇറ്റ് എന്നുള്ളതാണ്. അത് പ്രോപ്പർ വേയിൽ എങ്ങനെ അത് ഫേസ് ചെയ്യാം, അതിനെങ്ങനെ തരണം ചെയ്യാം എന്നുള്ളതാണ്. എങ്ങനെ ഒരു വിൽ പവർ ഉണ്ട്, അതിനനുസരിച്ചായിരിക്കും നമുക്ക് അതിനെ തരണം ചെയ്യാൻ. അതെ, എല്ലാം എനിക്കൊന്ന് വാളും പരിചയം എടുത്തിട്ട് ഇറങ്ങാതെ ഓപ്പോസിറ്റുള്ള ആൾക്ക് അത് മനസ്സിലാവുന്ന രീതിയിൽ. അതെ, യു ഹാവ് ടു എഡ്യൂക്കേറ്റ് പീപ്പിൾ. എഡ്യൂക്കേറ്റ് ചെയ്താൽ മാത്രമേ നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് മാത്രം മാറ്റം കിട്ടും, എൻ്റെ പുറകെ വരുന്നവർക്ക് അത് കിട്ടിയെന്ന് വരില്ല. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംസാരിക്കുക, നല്ല രീതിയിൽ സംസാരിക്കുക. നമുക്ക് എല്ലാവരെയും ഒന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല, ആൻഡ് എല്ലാ ആൾക്കാരുടെയും ചിന്താഗതി മാറ്റാതിരിക്കാൻ പറ്റില്ല. പക്ഷേ പറ്റുന്നിടത്തോളം മാറ്റങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് തോന്നുന്നു അത് വരുന്ന തലമുറയ്ക്കും അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. അത് പറഞ്ഞു വരുമ്പം ആത്മയിൽ നമുക്കൊരു പ്രോഗ്രാമുണ്ട്, ലേഡീസിൻ്റെ വെൽനെസ്സിന് വേണ്ടി മാത്രമായിട്ടുള്ള സെനോറ ദ റിയൽ ലേഡി എന്ന് പറഞ്ഞിട്ട് ഒരു 1 ഇയർ നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ അവരെ അതിനകത്ത് ഫിസിക്കലി, മെൻ്റലി, സൈക്കോളജിക്കലി, സ്പിരിച്വലി ഒക്കെ ഒരു ബാലൻസ്ഡ് ഫോമിലേക്ക് കൊണ്ടുവരാനുള്ള ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അത് കൂടുതലും ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ലൈഫ് സ്കിൽസിലാണ്. അപ്പം ഇപ്പോൾ രജിഷ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പം ഒരു വ്യക്തി എന്ന നിലയിൽ, പ്രത്യേകിച്ച് ഒരു സ്ത്രീ എന്ന നിലയിലും ലൈഫ് സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പം എനിക്കൊന്നും കൂടെ ചോദിക്കാനുള്ളത്, ഈ ഒരു ആർട്ടിസ്റ്റിക് മേഖലയിൽ നിൽക്കുമ്പോൾ ആ ലൈഫ് സ്കിൽസ് ഏതൊക്കെ രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്?
എനിക്ക് തോന്നുന്നു എല്ലാ രീതിയിലും ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആൾക്കാരുടെ അടുത്ത് പെരുമാറാൻ അറിയണം, സംസാരിക്കാൻ അറിയണം. നമ്മൾ അസേർട്ടീവ് ആവണം. എനിക്ക് തോന്നുന്നു ഈ ഒരു ഫീൽഡിലെ ആ ഒരു അസേർട്ടീവ്നെസ് നമുക്ക് സ്ത്രീകൾക്ക് വളരെ കുറവുള്ള അസേർട്ടീവ്നെസ് നന്നായിട്ട് വേണം. എനിക്കൊന്ന് ഏത് ഫീൽഡിലാണെങ്കിലും ഈ ബോഡി ലാംഗ്വേജ് സ്പീക്സ് എ ലോട്ട് അബൌട്ട് യു. നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങൾ അത് ഏത് രീതിയിൽ പ്രയോഗിക്കുന്നു എന്നുള്ളതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇന്നത്തെ യങ്സ്റ്റേഴ്സിന് ഏറ്റവും കൂടുതലുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ പ്രോപ്പർ ലൈഫ് സ്കിൽസ് ഇല്ലാത്ത, അസർട്ടീവ്നെസ് ഇല്ലാതെ പലതിലും വീണു പോകുന്ന ഒരു പ്രശ്നം. അതിനെ ഒരു പരിധിവരെ ഓവർകം ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് നോൺ വെർബലി തന്നെ നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റും. നമ്മളുടെ സ്റ്റാൻസ് എന്താണ്? രജിഷയുടെ ഒരു അഡ്വൈസ് എന്താണ് ഇന്നത്തെ എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിനോടുള്ള? ആത്മയുടെ ചാനൽ വ്യൂ ചെയ്യുന്ന ഒരുപാട് പേരും അവർക്ക് ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും ടിപ്സ് ഒക്കെ കിട്ടുമെന്ന് എപ്പോഴും പ്രതീക്ഷിക്കുന്ന ആളുകളെ, എസ്പെഷ്യലി ഇൻ മെന്റൽ ഹെൽത്ത്. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഗിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്ന് പറയില്ലേ, അതിൻ്റെ ഒരു വേറൊരു വേർഷനാണ് എനിക്ക് തോന്നുന്നു. നമ്മളെങ്ങനെ നമ്മളോട് അങ്ങനെ, നമ്മൾ ഒരാളുടെ അടുത്ത് എങ്ങനെ പെരുമാറുന്നു, നമ്മൾ ഏത് ഡിമീനിയറിൽ നിൽക്കുന്നു, നമ്മൾ ഏത് വൈബാണ് ഒരാൾക്ക് കൊടുക്കുന്നത്. ഞാൻ യങ്സ്റ്റേഴ്സ് ആയതുകൊണ്ട് ഞാൻ ആ ലാംഗ്വേജ് പറയും. ഏത് വൈബാണ് നമ്മൾ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കൊടുക്കുന്നത്, ആ രീതിയിലായിരിക്കും അയാളുടെ നമ്മളോടുള്ള പെരുമാറ്റം. നമ്മൾ അവരെ ഇപ്പം ഫ്രം ബേസിക്സ്, അതായത് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പം അവിടെ സർവീസ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മളെങ്ങനെ പെരുമാറുന്നു, ഫ്രം ദാറ്റ് നമ്മൾ നമ്മുടെ പേരൻസിൻ്റെ അടുത്ത് എങ്ങനെ ഗ്രാൻഡ് പേരൻസിൻ്റെ അടുത്ത് എങ്ങനെ പെരുമാറുന്നു, റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ ഒരാൾ ക്രോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ട് അവരുടെ അടുത്ത് നമ്മളെങ്ങനെ പെരുമാറും, അത് ബേസിക്കാണ്. സോ എല്ലായിടത്തും നമ്മൾ ആ ഒരു റെസ്പെക്റ്റ് കൊടുത്തു തുടങ്ങി, ഐ തിങ്ക് ദ യൂണിവേഴ്സ് വിൽ കൺസ്പയർ ആൻഡ് സ്റ്റാർട്ട് ഗിവിങ് യു റെസ്പെക്റ്റ് ഇൻ റിട്ടേൺ. അപ്പോൾ നമ്മളെങ്ങനെ നമ്മളോടങ്ങനെ നമ്മൾ നന്നായി നിന്നാൽ നമ്മുടെ അടുത്ത് അങ്ങനെ നിൽക്കും. എസ്പെഷ്യലി 2019 ഇറങ്ങിയ സ്റ്റാൻഡപ്പ് എന്ന് പറയുന്ന ഒരു മൂവിയിൽ ഒരു ക്യാരക്ടർ വളരെ ശക്തമായിട്ടുള്ളൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം അതൊരു ഫ്രജൈലാണെന്ന് തോന്നിയാലും അതിലൊരു വളരെ ശക്തമായിട്ടുള്ളൊരു മെസ്സേജ് നൽകുന്നുണ്ട്. അപ്പം എനിക്ക് അതുമായിട്ട് കൂട്ടിച്ചേർന്ന് ചോദിക്കാനുള്ളത്, ആത്മയിൽ എപ്പോഴും റിലേഷൻഷിപ്പ് ഇഷ്യൂസാണ് ഇന്നത്തെ കുട്ടികൾക്ക്. അത് ബിഫോർ മാരേജ് ആയാലും ആഫ്റ്റർ മാരേജ് ആയാലും ഒക്കെ റിലേഷൻഷിപ്പ് ഇൻ ദ സെൻസ് അതവരുടെ ഒരു കപ്പിൾ റിലേഷൻഷിപ്പ് മാത്രമല്ല, ഫ്രണ്ട്ഷിപ്പിലും ഈവൻ ഇൻസൈഡ് ദ ഹോം എല്ലാം ഇവർ റിലേഷൻഷിപ്പിൽ സ്ട്രഗിൾ ചെയ്യാണ്. സോ എൻ്റെ ഒരു അറിയാൻ ആഗ്രഹമുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് രജിഷ എടുക്കുന്ന ആ ഒരു ടിപ്പ് അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്ക് എന്താണെന്ന് അറിയാനൊരു ആഗ്രഹമുണ്ട്. എനിക്കൊന്ന് നമുക്ക് വേണ്ടപ്പെട്ട ബന്ധങ്ങൾ, നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികൾ, അവരുടെ അടുത്തൊക്കെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബി ജെന്യുവിൻ. നമ്മൾ ഒരു ആത്മാർത്ഥമായി നമ്മൾ എന്ത് കാര്യം ചെയ്താലും, അതിപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്താണെങ്കിലും, നമ്മളൊരു കത്തെഴുതുകയാണെങ്കിലും, അല്ലെങ്കിൽ നമ്മളൊരു ഈവൻ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ പോലും, എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫേക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. ടു ബി ബിഹൈൻഡ് ഫേക്ക് പ്രൊഫൈൽ, ഇപ്പോൾ എനിക്ക് ഒരാളൊരു സാധനം അയച്ചു, എനിക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ദേഷ്യം വന്നത് എനിക്ക്, പക്ഷെ ഞാൻ ചിലപ്പോൾ മെസ്സേജിൽ ചിരിക്കുന്ന സ്മൈലി ആയിരിക്കും. ഓപ്പോസിറ്റുള്ള ആൾക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത്. അതാണ് ഞാൻ പറയുന്നത്. യു ഹാവ് ടു ബി ട്രാൻസ്പെറൻറ്റ് ഇൻ എ റിലേഷൻഷിപ്പ്, യു ഹാവ് ടു ബി ജെന്യുവിൻ ഇൻ എ റിലേഷൻഷിപ്പ്. ആൻഡ് ഈ എന്ത് കാര്യത്തിനെ പോലെ ഒരു വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ ഒഴിക്കണം, അല്ലെങ്കിൽ സൈക്കിളിൽ നമ്മൾ ഓയിലാക്കുന്ന പോലെ തന്നെ എവറിത്തിങ് റിക്വയർസ് വർക്ക്. ഒന്നും മറ്റേ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആക്കിയിട്ട് ഇതുണ്ട് ഇവിടെ അതങ്ങ് ഓടിക്കോളും, വണ്ടി എന്ന് ഓടിക്കോളും എന്ന് പറഞ്ഞാൽ ഇല്ല. അതിൻ്റെതായ സർവീസും പെട്രോളും എവറിത്തിങ്. ഇത് ഞാൻ പറയുന്നത് എവറി ഡേ ഇസ് എൻ എഫേർട്ട് ടു കീപ് ഇറ്റ് അലൈവ്. നമ്മളുടെ ഉള്ളിൽ, അതായത് ജെനുവിനിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, അത് ആദ്യം കാണിക്കേണ്ടത് നമ്മളോട് തന്നെയാണ്. ഓഫ് കോഴ്സ് ഇത് സച്ച് എ ഹ്യൂജ് പോയിന്റ് ഇൻ ദ സെൻസ് യു കെൻ നോട്ട് എക്സ്പെക്റ്റ് ഓപ്പോസിറ്റുള്ള ആളെ എന്നെ സ്നേഹിക്കണേ ആസ് ലോങ് ആസ് നമുക്ക് നമ്മളോട് ഇഷ്ടമില്ലെങ്കിൽ. എനിക്ക് ഞാൻ എത്ര റെസ്പെക്റ്റ് കൊടുക്കുന്നു, സെൽഫ് റെസ്പെക്റ്റ്, എനിക്ക് ഞാൻ എത്ര സ്നേഹം കൊടുക്കുന്നു, സെൽഫ് ലവ്, അത്രേ അല്ല അതിൽ കുറഞ്ഞ ഓപ്പോസിറ്റുള്ള ആളുടെ എക്സ്പെക്ട് ചെയ്യാവുള്ളൂ. യു വിൽ നെവർ ഗെറ്റ് മോർ ദാൻ ദാറ്റ്. അപ്പം ഇന്ന സിറ്റുവേഷൻ സെൽഫിഷ് ആവുമെന്നല്ലേ, ഇത് ഭയങ്കര നേരിയ ഒരു ലൈനാണ്. സെൽഫ് ലവും സെൽഫിഷും തമ്മിൽ ഭയങ്കര നേരിയൊരു വെരി തിൻ ലൈനാണ്. അതെനിക്ക് തോന്നുന്നു അത് നമുക്ക് പറയുന്നത് നമ്മുടെ വിവേകമാണ്. ദാറ്റ്സ് വൈ ഹ്യൂമൻ ബീങ്സ് വി ഹാവ് EQ, വിവേകം ആൻഡ് ഓൾ. അപ്പോൾ നമ്മളെ ഹേർട്ട് ചെയ്തുകൊണ്ട്
ഓപ്പോസിറ്റുള്ള ആളെ മുന്നേറാൻ സമ്മതിക്കരുത്. നമുക്ക് പണ്ട് തൊട്ട് എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്ന സിനിമകളും സീരിയലുകളും പണ്ട് നമ്മൾ ആഘോഷിക്കപ്പെട്ടിരുന്ന കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം ത്യാഗം ചെയ്ത് എല്ലാം അനുഭവിച്ച് അങ്ങ് അതായത് അങ്ങ് ഇല്ലാണ്ടാവുന്ന വക്കിലെത്തുന്നതാണ് നല്ലതെന്ന് അല്ല. തെറ്റ് തിരിച്ചറിവാണ് സ്ത്രീകൾക്ക് അതുണ്ടാവണം. കാരണം ചവിട്ടി മെതിച്ച് കയറി പോകേണ്ട ഒരാളാവരുത് അത്. ആൻഡ് അത് ഇനി നമ്മളുടെ ജനറേഷൻ മേക്ക് ഷുവർ ചെയ്യേണ്ടത്, അത് കഴിഞ്ഞ ജനറേഷൻ സംഭവിച്ചത് വരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇനി സംഭവിക്കാതിരിക്കുക. മേക്ക് ഷുവർ യുവർ മദർ ഇസ് ടേക്കൻ കെയർ ഓഫ്, മേക്ക് ഷുവർ യുവർ ഗ്രാൻഡ് മദർ ഇസ് ടേക്കൻ കെയർ ഓഫ്. അവർക്ക് ചിലപ്പോൾ അത് ഓക്കെ ആയിരിക്കും, അതിൽ ഓക്കെ ആയി കഴിഞ്ഞു അല്ലേ, ആ ത്യാഗങ്ങളിൽ അവർ ഓക്കെ. ഇനി നമ്മളൊരു സെറ്റിൽഡായി നമുക്കൊരു നല്ല ലൈഫ് ഏർണിംഗ് ആയെങ്കിൽ ഇനി അവർക്ക് നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാമല്ലോ. യു ക്യാൻ ടേക്ക് ദം ഔട്ട്, യു ടേക്ക് ദം ഫോർ എ ഡിന്നർ. ഒരു അമ്മേൻ്റെ അടുത്ത് വേണ്ട, കാരണം ഇറ്റ്സ് നോട്ട് ഈസി. 3-4 നേരം എന്താ പറയുക കണ്ടിന്യൂസ്ലി 1 രൂപ പോലും കിട്ടാത്ത ഒരു ജോലി പോലും ഇങ്ങനെ എല്ലാവരും ഫുഡ് ഉണ്ടാക്കി തന്ന്, ഈവൻ വെൻ ദേ ആർ സിക്ക്, അവർക്ക് വയ്യെങ്കിൽ പോലും ഞാൻ പറയുന്നത് ആ ഒരു എഫേർട്ട് അവർ എടുക്കുന്നുണ്ടല്ലോ, അത് മോശമെന്നല്ല ഞാൻ പറയുന്നത്. ചൂടോടെ പോലും കുടിക്കാതെ നമ്മളൊക്കെ എന്തോരം നമ്മുടെ പേരൻസിനെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആക്കിയിടുന്നത്. അച്ഛൻ്റെ അടുത്ത് ഇല്ലെങ്കിൽ പോലും നമുക്കത് വേണമെന്ന് പറഞ്ഞ് നമ്മളൊരു കാര്യം പറയുമ്പോഴത്തേക്ക് ഇല്ലാത്ത കടം മേടിച്ചു അച്ഛനത് കൊണ്ടുതരും. സോ ദിസ് ഹാസ് കെപ്റ്റ് ഓൺ ഹാപ്പനിങ്. ഐ ഫീൽ ലൈക്ക് നമ്മളൊരു സെക്യൂർ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ആർ ഡ്യൂട്ടി ടു ഗിവ് ദം ബാക്ക്. അവരത് എക്സ്പെക്ട് ചെയ്യത്തില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു അവരുടെ ഒരു എനിക്ക് സാധിക്കുന്നുണ്ട്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും ഒരു എക്സാമ്പിളായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കും നമ്മളുടെ മുന്നേ ഉള്ള ജനറേഷൻ ഒത്തിരി സഫേർഡായിട്ടാണ് വന്നത്. അവരെ കൂടെ നമ്മുടെ കൂടെ ചേർത്ത് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് നമുക്കൊരു ബുക്ക് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഈവൻ ഒരു ഫുഡ് കിട്ടാൻ വേണ്ടി അത് നമുക്ക് തരാൻ വേണ്ടി ദിൽ സാക്രിഫൈസ് ഓൺ സോ മെനി തിങ്സ്. ആൻഡ് ഐ ഫീൽ ലൈക്ക് ദാറ്റ് സാക്രിഫൈസ് ഇസ് സോ ഗ്ലോറിഫൈഡ് ദാറ്റ് അത് അവർക്ക് നോർമലാവും. ആ ഗ്ലോറിഫിക്കേഷൻ മാത്രമാണ്. അതുകൊണ്ട് നോർമലൈസ്. ഞാൻ പറയും എന്തിനാ അത്രയും വിട്ടുവീഴ്ച ചെയ്യേണ്ട ആവശ്യമില്ല. അച്ഛനോട് ഞാൻ പറയും ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, പക്ഷെ അത് ഇനി നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലോ. സോ യു ഗിവ് ബാക്ക്. നമ്മുടെ കൊക്കോയിലെ ആ ഒരു ഫിസിക്കൽ ട്രെയിനറുടെ ആ ഒരു കഥാപാത്രം ഇപ്പം ജീവിതത്തിലും ഈ ഒരു ഫിസിക്കൽ മെൻ്റൽ ഹെൽത്ത് ഇമോഷണൽ കോഷൻ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇതിനെല്ലാം ഒന്ന് ബാലൻസ്ഡ് ആക്കി നിർത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? എനിക്ക് മനസ്സമാധാനം കിട്ടുന്ന ഞാൻ ഏറ്റവും പീസ്ഫുൾ ആയിരിക്കുന്ന ഒരു സമയം ഞാൻ ഉറങ്ങുമ്പോഴാണ്. ആൻഡ് ഐ ഫീൽ ലൈക്ക് അത് പലർക്കും ഉറങ്ങാൻ സാധിക്കുന്നില്ല. അത് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കൈൻഡ് ഓഫ് ഡിഫെൻസ് മെക്കാനിസം ആയിരിക്കും. എനിക്കൊരു പ്രഷർ വരുമ്പോൾ ഞാൻ ആദ്യം ഉറങ്ങും. ഇൻ ദ സെൻസ് ഐ ഫീൽ ലൈക്ക് സ്ലീപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളടുത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ +2 പഠിക്കുമ്പോൾ 4 മണിക്കൂർ ഉറങ്ങിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു, ബാക്കി എൻട്രൻസ് അത് അപ്പം. പക്ഷേ യു നീഡ് മിനിമം 6 to 8 hours സ്ലീപ്പ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒന്ന് ആലോചിച്ചൊക്കെ, ഞാൻ വീണ്ടും വണ്ടിയിലേക്ക് എനി മെഷീൻ അതിൻ്റെതായ സ്വിച്ച് ഓഫ് ചെയ്ത് നമ്മളുടെ വീട്ടിലെ TV സ്വിച്ച് ഓഫ് ചെയ്ത് നമ്മൾ ടിവിക്ക് റെസ്റ്റ് കൊടുക്കണം എന്ന് പറയും. കുറേ നേരം TV വീട്ടിൽ ഓണാണ്, TV റെസ്റ്റ് കൊടുക്കും, AC റെസ്റ്റ് കൊടുക്കണം, വണ്ടിക്ക് റെസ്റ്റ് കൊടുക്കും, എല്ലാവർക്കും. മെഷീന് റെസ്റ്റ് വേണമെങ്കിൽ ഹൗ കെൻ യു എക്സ്പെക്ട് a human body to work without rest, you know. അപ്പോൾ നമ്മളെ ബോഡി ഫുൾ റിജുവിനേറ്റ് ചെയ്ത് സ്ലീപ്പ് ഇസ് വെരി അത് കാരണം ഐ ഹാവ് സീൻ പീപ്പിൾ സാക്രിഫൈസ് സ്ലീപ്പ് ആൻഡ് അത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്ലീപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഈറ്റ് ഹെൽത്തി ആൻഡ് ടു ഹീറ്റ് ഗുഡ് ഫുഡ്. അതായത് ഡയറ്റിൻ്റെ പേരിൽ കയറി മറ്റേ ഭയങ്കരമായിട്ട് നമ്മൾ കാബ്സാണ് നമ്മൾ ബ്രെയിനിന് എനർജി കൊടുക്കുന്നത്, കംപ്ലീറ്റ്ലി കാബ്സ് കട്ട് ചെയ്ത് എന്ന് വെച്ചിട്ട് ഓവർ ഈറ്റ് ചെയ്യാനല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമുക്ക് വേണ്ട സാധനം നമ്മൾ കഴിച്ചേ പറ്റൂ. ആൻഡ് അത് ഡയറ്റിൻ്റെ പേരിലാണെങ്കിലും പലപ്പോഴും ഈ ഫീൽഡിലൊക്കെ ആയിരിക്കുമ്പോൾ സീറോ സൈസ് അങ്ങനെയൊക്കെയുള്ള ചില കോൺസെപ്റ്റുകളൊക്കെ തലയിലേക്ക് അതും വരും, നേരെ ഓപ്പോസിറ്റും വരും. കുറേ ഫുഡ് കാണും, കുറേ കഴിക്കാനും തോന്നും. ആ ഒരു ഹെൽത്തി ഫുഡ് ഹാബിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഞാൻ അധികം ചെയ്യാത്ത കാര്യമാണ്, പക്ഷേ ഞാൻ എൻ്റെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ ചെയ്യും, വിച്ച് ഇസ് എക്സസൈസ്. ബട്ട് ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് അഗെയിൻ സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് എഴുതും, ഞാൻ വായിക്കും, ഞാൻ ടി വി ഇൻ ദ സെൻസ് ഞാൻ സിനിമകൾ കാണും. അത് ആസ് എ പാർട്ട് ഓഫ് മൈ ഹോം വർക്കും കൂടിയാണ്. അല്ലെങ്കിൽ എനിക്ക് സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, അത് കാണാം. അങ്ങനെ താങ്ക് യു ടിപ്സ് ഞങ്ങളോട് പറഞ്ഞതിൽ ഒത്തിരി സന്തോഷം. നമ്മുടെ ഓഡിയൻസ് എല്ലാം വളരെ സന്തോഷമായിരിക്കും ഈ വാക്കുകൾ കേൾക്കുമ്പോൾ. തീർച്ചയായിട്ടും ഓരോ കഥാപാത്രത്തിനും രചിച്ചെടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ആ ഹോംവർക്ക് എന്നുള്ള വാക്ക് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നു, കൃത്യമായിട്ടുള്ളൊരു ഹോംവർക്കിനൊക്കെ ശേഷം അതിന് കുറേ ഒരു എഫർട്ട് എടുത്തതിന് ശേഷം ഒരു കഥാപാത്രങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ളൊരു മോട്ടിവേഷൻ എന്താണ്? ഐ തിങ്ക് ഇറ്റ്സ് ദാറ്റ്
there is so many people ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ആൻഡ് ഒരുപാട് പേരുടെ ഹാർഡ് വർക്കിലൂടെയാണ് ഒരു സിനിമ സംഭവിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആക്ടേഴ്സിന് മാത്രമായിരിക്കും, പക്ഷെ ഒരു 250-300 പേര് മിനിമം ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഫ്രം ദ പ്രീ പ്രൊഡക്ഷൻ ടിൽ ദ പോസ്റ്റ് പ്രൊഡക്ഷൻ. അപ്പോൾ ഇവരൊക്കെ ഈ ചോര നീരാക്കി ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നത് അതിൻ്റെ റിസൾട്ടാണ് നമ്മളുടെ അഭിനയം കൊണ്ട് പ്രേക്ഷകർ കാണുന്നത്. അപ്പം ഈ ഓപ്പർച്യൂണിറ്റി ഒട്ടും ലൈറ്റായിട്ട് ഞാൻ എടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ട എന്താണോ, പിന്നെ ചിലവർ എനിക്ക് തോന്നുന്നു ദേ ആർ സോ അൾട്ടിമേറ്റ്ലി ടാലൻറ്റഡ് ദറ്റ് ചിലപ്പം ഹോംവർക്ക് ചെയ്യാതെ തന്നെ ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. ഐ ഡോണ്ട് തിങ്ക് ഐ എം ദാറ്റ് ടാലൻറ്റഡ്, ബോൺ ടാലൻറ്റ് നമ്മൾ പറഞ്ഞു. ഞാൻ അങ്ങനെ അല്ല, എനിക്കറിയാം ഞാൻ എഫേർട്ട് എടുത്ത് ഞാൻ വർക്ക് ചെയ്താൽ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ളത്. അപ്പോൾ ഡയറക്ടർ എന്താണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് ഡെലിവർ ചെയ്യുക എന്നുള്ളത് എൻ്റെ കർത്തവ്യമായതുകൊണ്ട് യു ഡു ദ ഹോംവർക്ക്. രജിഷ, ആത്മ ഒരു മെൻ്റൽ ഹെൽത്ത് ഓർഗനൈസേഷൻ ആണല്ലോ. അപ്പം എൻ്റെ ഒരു ഫേവറേറ്റ് ആക്ട്രസ് എന്നുള്ള നിലയിലും എനിക്ക് ഐ എം വെരി ലവ് ടു ഹിയർ ഫ്രം യു. രജിഷയുടെ ഒരു മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചുള്ളൊരു പെർസ്പെക്റ്റീവ്, ഹൗ റെലവൻറ്റ് ഇസ് ഇറ്റ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു എന്നെ പോലെ തന്നെ എല്ലാവർക്കും കേൾക്കാൻ ആഗ്രഹം ഉണ്ടായിരിക്കും. ഞാൻ വളരെയധികം വോക്കലായി ഞാൻ സംസാരിക്കുന്നൊരു കാര്യമാണ് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച്. കാരണം ഞാൻ എൻ്റെ ചുറ്റും എൻ്റെ ലൈഫിലും ഞാൻ കണ്ടിട്ടുണ്ട് പല രീതിയിൽ, ഇൻ ദ സെൻസ് പലയിടത്തും പലരും പറഞ്ഞൊരു കാര്യമാണ്, അത് ബേസിക്കലി ഫിസിക്കലി നമുക്കൊരു വയ്യായ്മ വരുമ്പം ആൾക്കാർക്ക് അത് ഭയങ്കര ഓക്കെയാണ്. അതായത് പനിയാണ്, കോവിഡാണ്, കിഡ്നി ഇഷ്യൂണ്, ക്യാൻസറാണ്, ഏത് അസുഖം നമ്മളുടെ ബോഡിയെ, അതായത് ഇവിടുന്ന് തൊട്ട് താഴെയുള്ള ബോഡിയെ എഫക്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് ഓപ്പൺലി പറയാൻ, അത് ഓപ്പൺലി ഇരുന്ന് വിഷമിക്കാൻ. ഒരു അസുഖം വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം, അത് കാരണം നമുക്ക് ആ കെയർ വേണമല്ലോ, നമ്മളത് ഓപ്പൺലി പറയാൻ, വിഷമിക്കാൻ, അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ ഒക്കെ നമ്മൾ എല്ലാവരെയും കൂട്ടും. ഈ മെൻ്റൽ ഹെൽത്ത് വരുമ്പോൾ മാത്രമാണ് ഈ സൊസൈറ്റിയിൽ ഈ ടാബു ഉള്ളത് കൊണ്ട് ഇറ്റ്സ് സോ ഡിഫിക്കൾട്ട്. ഒന്ന് സ്വയം അറിവില്ല, ഏത് എനിക്ക് ഹെൽപ്പ് വേണം അല്ലെങ്കിൽ എനിക്ക് വയ്യ എന്നുള്ളത്. ആദ്യം തന്നെ ഞാൻ അറിയണ്ടേ എനിക്ക് വയ്യ. ഇപ്പം പനി എന്ന് പറയുമ്പോൾ നമുക്കൊരു നമ്മൾ കാണുന്ന ടെമ്പറേച്ചർ നമുക്കൊരു ലക്ഷണമാണ്. അതെ, എക്സാക്ട്ലി, ദ സിംറ്റംസ് ദാറ്റ് ക്യാൻ ബി സീൻ, ദാറ്റ് ക്യാൻ ബി ചെക്ഡ്, ദാറ്റ് ക്യാൻ ബി നോൺ, റൈറ്റ്? മെൻ്റൽ ഹെൽത്തിൽ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പറഞ്ഞ വിസിബിൾ സിംറ്റംസ് പറഞ്ഞാൽ ഇമോഷൻസ് പോലെ തന്നെയാണ്. യു ഹാവ് ടു കീപ്പ് എ വാച്ച്. നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്കറിയാൻ പറ്റൂ, ഓക്കെ നമുക്ക് മെൻ്റലി പ്രശ്നമുണ്ട്. പ്രശ്നം ഇൻ ദ സെൻസ് അത് പല രീതിയിലും, സോ മെനി ഡിസീസസ് അല്ലേ. ചിലതിന് തെറപ്പി മാത്രം, നമ്മളിപ്പോൾ ആത്മാവ് കൊടുക്കുന്ന പോലെ ചിലപ്പോൾ തെറപ്പി മാത്രം മതിയായിരിക്കും. ചിലത് വിൽ നീഡ് മെഡിക്കേഷൻ, ചിലത് വിൽ നീഡ് പ്രൊലോങ്ഡ് മെഡിക്കേഷൻ, ചിലതിന് റിഹാബ് വേണ്ടി വരും. ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് 5 വർഷം അല്ലെങ്കിൽ 7 വർഷം കഷ്ടപ്പെട്ട് ഈ ക്ലിനിക്കൽ സൈക്കോളജിയും അല്ലെങ്കിൽ സൈക്യാട്രിയും പഠിച്ചിട്ട് ഡോക്ടേഴ്സ് വന്നിരിക്കുന്നത്. ബിക്കോസ് ഓൺലി ദേ ക്യാൻ പ്രൊവൈഡ്, റൈറ്റ്? ഒരു അസുഖം നമ്മളെ കൈവിട്ട് പോകുമ്പോൾ നമ്മൾ ഡോക്ടറുടെ അടുത്ത് ഹെൽപ്പിന് പോകുന്നത് പോലെ തന്നെ നമ്മളുടെ ബ്രെയിനും നമ്മളുടെ ഇറ്റ്സ് ഓൾ കെമിസ്ട്രി. ഇപ്പം നമ്മളെ ശരീരത്തിലുള്ള ഇവിടെ കാണുന്ന ഈ സെൽസ് പോലെ തന്നെ നമ്മളുടെ ബ്രെയിനിൻ്റെ ഉള്ളിലും സെൽസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കെമിക്കൽ ഇംബാലൻസ് വരും. അപ്പം നമ്മുടെ ശരീരത്തിൽ ഹോർമോൺ മാറുമ്പോൾ നമുക്ക് പല അസുഖങ്ങളും വരുന്നില്ലേ, കോമൺ വരുന്നില്ലേ? നമുക്ക് ബോഡിയിൽ ഒരു ഡെഫിഷ്യൻസി വരുമ്പോൾ വിറ്റാമിൻ ഡി കുറഞ്ഞു, സി കുറഞ്ഞു, നമുക്ക് പ്രശ്നങ്ങൾ വരുന്നില്ലേ? അതുപോലെ തന്നെ ബ്രെയിനിലും ഉള്ള കെമിക്കൽ ഇംബാലൻസ് കാരണം യു വിൽ ഗെറ്റ് സിക്ക്. ആദ്യം തന്നെ ഇത് എനിക്കോ അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്തുള്ള ആൾക്കാർക്കോ, എൻ്റെ മക്കൾക്കോ ഭർത്താവിനോ ഫ്രണ്ട്സിനോ ഈ അസുഖം വരുമ്പം ഇത് സിംറ്റംസ് ഉണ്ട്, അത് റീഡ് ചെയ്തത് അസുഖം വന്നു എന്ന് മനസ്സിലാക്കുക. 1. 2, യു ഹാവ് ടു സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ്. ഏതൊക്കെ രീതിയിൽ നമ്മൾ വിശ്വസിക്കുക ഇത് സ്വയം ട്രീറ്റബിളാണെന്ന് വിചാരിച്ചാൽ ഇത് പനിക്ക് വേണ്ടിയിട്ട് സ്വയം മരുന്ന് കഴിക്കുന്ന പോലെ ഇരിക്കും. ഭയങ്കര വലിയ അസുഖം വല്ലതുവാണെ തീർന്ന്. കാരണം മരുന്ന് കഴിക്കാനും തയ്യാറല്ലല്ലോ, ഭയങ്കര സ്റ്റിഗ്മയാണ്. ആൻഡ് എന്താ ഇപ്പം എനിക്കിപ്പോൾ ഡിപ്രഷനാണ്, അല്ലെങ്കിൽ എനിക്ക് ബൈപോളറാണ്, അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും ഒരു മെൻ്റൽ ഇഷ്യൂ ആണെങ്കിൽ, സിക്നസ് ആണെങ്കിൽ അത് പറയുന്നതിന് എന്തിനാ ഈ വിമിഷ്ടം, അല്ലെങ്കിൽ എന്തിനാ ഇനി? പിന്നെ ഞാൻ മനസ്സിലാക്കിയതെന്ന് പറഞ്ഞാൽ ഇതൊന്നും നമ്മളുടെ ഉള്ളിലുള്ള പ്രശ്നം. 2, ആസ് എ സൊസൈറ്റി വി ഹാവ് ടു ചേഞ്ച്. പലരും വ്യക്തിപരമായിട്ട് മാറണമെന്ന് ഇന്നത്തെ യങ് ജനറേഷൻ ആഗ്രഹിക്കുമ്പോഴും മുന്നേ ഉള്ള ജനറേഷനും ചില യങ് ജനറേഷനിലുള്ളവരും ഇതിനെ വേണ്ട, അങ്ങനെയല്ല, ഇത് നിനക്ക് പ്രാർത്ഥിച്ചാൽ മതി, അല്ലെങ്കിൽ നീ എന്താ പറയുന്നത് ഒന്ന് ഹാങ് ഔട്ട് കല്യാണം കഴിച്ചാൽ മതി, ഒരു കൊച്ചാകുമ്പോഴത്തേക്ക് മാറിക്കോളും. കൊച്ചു വന്ന് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരുന്നവരോട് പറയും കൊച്ചിനെ ശരിക്കും നോക്കാത്തതുകൊണ്ട്. അങ്ങനെ ഒരു എന്താ പറയുക സ്റ്റിഗ്മയുടെ തലങ്ങൾ മാറി മാറി പോകുന്നുണ്ട്. അപ്പം ഇവിടെ രജിഷ പറഞ്ഞ പോയിന്റ് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഇത്രയും ഇലാബറേറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് വളരെ കൺസേൺ ഉള്ള പിന്നെ
ആ വാക്കുകൾ ഒത്തിരി നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നതാണ്. നിങ്ങൾ ഓരോരുത്തരും ആ വാക്കുകൾ വളരെ കാര്യമായി എടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും അതിനെ കറക്റ്റ് ചെയ്താൽ നാളെ അത് വലിയ വലിയ മനോരോഗങ്ങളായി മാറാതെ നമുക്ക് രക്ഷപ്പെടാം, നമ്മളെയും നമ്മുടെ സമൂഹത്തെയും രക്ഷിക്കാം. അപ്പോൾ ഇത്രയും വളരെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചിലവഴിച്ച് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്ന രജിഷയോടുള്ള എല്ലാ നന്ദിയും അറിയിക്കുന്നു. ആത്മയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും അറിയിക്കുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആത്മ എന്ന് പറയുന്ന യുനോ സച്ച് എ ബ്രില്യൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സിജിയ മാം ഓഫ് കോഴ്സ് യു. കാരണം ഒന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ നാട്ടിലുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് യുനോ ന്യൂറോളജിക്കൽ സയൻസ് സെൻറ്റേഴ്സും എല്ലാം ഉണ്ട്. പക്ഷേ നോട്ട് എവ്രിബഡി കംസ് ഔട്ട് ഇൻ ദി ഓപ്പൺ ഇങ്ങനെ ഒരു ഇവൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ബോധവൽക്കരണം ടു ക്രിയേറ്റ് അവയർനെസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അവയർനെസ് എനിക്ക് തോന്നുന്നു നമ്മൾ പറയുന്ന ഈ സിറ്റീസിലുള്ള ആൾക്കാരിലേക്ക് അത്യാവശ്യം എത്തിയിട്ടുണ്ട്. ഇറ്റ് ഹാസ് ടു റീച്ച് ദ റൂറൽ ഏരിയ, ഇറ്റ് ഹാസ് ടു റീച്ച് നമ്മൾ പറയുന്ന ഉള്ളിലുള്ള ആൾക്കാർ. ആത്മ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഏറ്റവും ചെറിയ സ്കൂളുകളിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് LP സ്കൂളുകളിൽ പോയി ക്ലാസ്സുകൾ എടുക്കാൻ, അവരുടെ പേരൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ, അങ്ങനത്തെ ഉള്ള ഒരുപാട് ആക്ടിവിറ്റികൾ നമ്മൾ അത് ഭയങ്കര അപ്രിസിയേഷൻ അർഹിക്കുന്ന കാര്യമാണ്. കാരണം സ്കൂളിലൊക്കെ നമ്മൾ ഒരുപാട് എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് അറിയില്ല, ബട്ട് ദർ ഇസ് സോ മച്ച് ചേഞ്ച് ഹാപ്പനിങ് അല്ലേ. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള മെൻ്റൽ സ്ട്രെയിൻ കുട്ടികളുടെ മേലിൽ വരുന്നുണ്ട്, ഭയങ്കരമായിട്ടുള്ള മെൻ്റൽ സ്ട്രെയിൻ. പിന്നെ ഒരുപാട് കുട്ടികൾക്കാണ് ഇഷ്യൂസ് കൂടുതൽ ഭയങ്കരമായിട്ട്. ആൻഡ് യു ഡോണ്ട് നോ ഹൂ ഈസ് ഗെറ്റിംഗ് വാട്ട് കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഫ്രം വാട്ട് വേർ ഓൾ അല്ലേ. വീട്ടിലെങ്ങനെയാണ് കുട്ടികൾ കൗൺസിലറുടെ അടുത്ത് പോകണോ, സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകണോ, അതോ ഞാൻ സൈക്കാട്രിസ്റ്റിനെയാണോ കാണേണ്ടത്? അത് കുഞ്ഞിൻ്റെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതായത് അത് അംഗീകരിക്കാൻ പോലും തയ്യാറായിരിക്കില്ല. ഒരുപാട് പേരൻസും അസസ്മെൻ്റ് എടുക്കും, പ്രോബ്ലം ആണെന്ന് പറയുമ്പം അംഗീകരിക്കാതെ പോകുന്ന അവസ്ഥ കാണുന്നുണ്ട്. അപ്പം രജിഷ തന്നെ നമ്മളോട് പറയുന്നുണ്ടല്ലോ, തീർച്ചയായിട്ടും നമ്മുടെ തലമുറകളെ നന്നായിട്ട് വളർത്തണമെങ്കിൽ ആ ഒരു പ്രോസസ്സിലൂടെ, വളരെ ഇമ്പോർട്ടൻ്റ് പ്രോസസ്സിലൂടെ കടന്നു പോകണമെന്നാണ് ആൾ പറയുന്നത്. താങ്ക് യു വൺസ് അഗെയിൻ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്.